നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഇനിയും നമ്മൾ അവരെ കോമാളികളാക്കരുത്. ജോത്സൻ പറഞ്ഞ കാര്യം ഭാവനയ്ക്കും അറിയില്ല, സൂര്യയ്ക്കും അറിയില്ല. നമ്മളായിട്ട് എന്തിനാ അറിയിക്കാൻ പോകുന്നത്? നമ്മള് അറിയിക്കാതിരിക്കുന്നതല്ലേ തെറ്റ്? ഒരു തെറ്റുമില്ല ദേവേട്ട. ദേവേട്ടൻ വെറുതെ മനസ്സിനിട്ട് വിഷമിപ്പിക്കാതിരിക്കേ. സൂര്യ കറണ്ട് അടിച്ചതില് ഭാവനയ്ക്ക് നല്ല വിഷമമുണ്ട്. അത് അവളുടെ മുഖം കണ്ടാലേ അറിയാം. പാവം. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ പരസഹായത്തോടെ ജീവിക്കുന്നത്? ആ ദേവേട്ട, നമ്മുടെ മോനായതുകൊണ്ട് അവളെ പൊന്നുപോലെ നോക്കും. മറ്റാരാണെങ്കിലും എപ്പോഴേ പൊടിയും തട്ടി പോയേനെ. ഭാവന തിരിച്ചും അവന് സ്നേഹം കൊടുക്കുന്നത് കൊണ്ടല്ലേ നമ്മുടെ മോൻ അവളെയെന്നും പറഞ്ഞ് കഴിയുന്നത്. അതുകൊണ്ടാ ദേവേട്ട ഞാൻ പറഞ്ഞത്, അവരുടെ കല്യാണം കഴിഞ്ഞാ പിന്നെ അവരുടെ ജീവിതം അവര് നോക്കിക്കോളും. സുമംഗലിയായി ജീവിക്കാൻ ഭാവനയ്ക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജീവിക്കും. ഇത്രയ്ക്ക് ധൈര്യത്തോടെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു ജയ? അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇവിടെ നമ്മൾ ശരിയെന്ന് തോന്നുന്നത് ചെയ്യുന്നു, ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കണം, അത്രേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സൂര്യയുടെയും ഭാവനയുടെയും കല്യാണം നടക്കണം. ഇനി ഇതിൽ ഒരു മാറ്റവും വേണ്ട ദേവേട്ട. മാറിയ നാട്ടുകാർ നമ്മളെ പഴി പറയൂ. ഭാവനയോടൊപ്പം നമ്മുടെ മോന് ജീവിക്കാൻ യോഗമുണ്ടെങ്കിൽ അവൻ ജീവിക്കും. അവൻ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മുടെ ഈ തീരുമാനം? ഹലോ, ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നു? ഒന്നുമല്ല സൂര്യ, വെറുതെ വന്നിരുന്നതാ. ഭാവന എവിടെ? കിടക്കണോന്ന് പറഞ്ഞിട്ട് കിടക്കോ? അതാ പതിവില്ലാതെ അങ്ങനെ മറ്റെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സൂര്യ, ഇതുവരെ ഒന്നും കഴിച്ചിട്ടുമില്ല. ആഹാരം അവിടെ തന്നെ ഇരിപ്പുണ്ട്. ചിലപ്പോ എനിക്ക് ഷോക്ക് അടിച്ചതിന്റെ ടെൻഷൻ കൊണ്ടാവും. എന്താണെന്നൊന്നും അറിയില്ല സൂര്യ. അല്പം മുമ്പ് ഞാൻ പോയപ്പോ ഉറങ്ങാതെ കിടക്കോ. വീട്ടിൽ പോണെന്നും പറഞ്ഞു. അപ്പൊ എന്തോ കാരണമുണ്ടല്ലോ. ഇന്നലെ മുതലേ ഭാവനയ്ക്ക് എന്തോ വ്യത്യാസമുണ്ട്. ഞാൻ കരുതി എന്റെ തോന്നലായിരിക്കുമെന്ന്. പക്ഷേ ഇന്നും അതുപോലെ തന്നെയാ. എന്തോ പ്രശ്നമുണ്ട്. എന്നാലും ഒന്ന് അറിയണമല്ലോ. താൻ വന്നേ, വാ. ഭാവന, തനിക്ക് എന്ത് പറ്റി? ഒന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞു. വിശപ്പില്ല സൂര്യ. എന്താ വിശപ്പില്ലാത്തത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. തനിക്ക് വിശപ്പണോന്ന് ഞാനും നോക്കട്ടെ. നോക്ക്, ഇവിടെ പട്ടിണി കിടക്കാനൊന്നും പറ്റില്ല. അതിന് ഞാൻ അനുവദിക്കുകയില്ല. എനിക്ക് വിശപ്പില്ലാത്തോണ്ടാ. കഴിക്കുമ്പം വിശന്നോളും. മനസ്സ് വേഗം എടുക്ക. ഇത് കഴിച്ചേ. സൂര്യ വേണ്ട. പിന്നെ തനിക്ക് എന്താ വേണ്ടത്? സൂര്യ, എനിക്കൊന്ന് വീട്ടിൽ പോണം. ആന്തോറ്റി പെട്ടെന്ന് വീട്ടിൽ പോകാനൊരു ധൃതി. എനിക്ക് എന്റെ വീട്ടിൽ പോയിക്കൂടെ? ആര് പറഞ്ഞു പൊയ്ക്കൂടാന്ന്? തനിക്ക് എപ്പോ വേണമെങ്കിലും പോവാലോ. എനിക്കിപ്പൊ തന്നെ പോണം. വേണമെങ്കിലേ തനിക്ക് വീട്ടിൽ പോയാ പോരെ. ആദ്യം ആഹാരം കഴിക്ക. എനിക്ക് വേണ്ടാത്തോണ്ടാ സൂര്യ. വിശപ്പ് തീരെയില്ല. അത് വെറുതെ. ഇന്നലെ വൈകുന്നേരം കുറച്ചെന്തോ കഴിച്ചതല്ലേ? നല്ല വിശപ്പുണ്ടാവും. കഴിക്ക. കഴിച്ചില്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് വിടില്ല. കഴിക്ക. കഴിക്ക. കഴിക്കാൻ കൊണ്ട്. സൂര്യക്കൽപ്പം വേദനിച്ചെങ്കിലും എന്റെ ഐഡിയ ഫലിച്ചു. ഭാവന ഇന്ന് തന്നെ ഇവിടുന്ന് പോകും. കഴിക്ക്. തനിക്കിത് എന്തു പറ്റി? ഇതുപോലെ വാശി കാണിക്കാത്താണല്ലോ. സോറി സൂര്യ, മറ്റൊരു മാർഗം മുന്നിലില്ലാത്തോണ്ട. നിന്റെ ഭാവിയും ജീവിതവും എനിക്ക് വലുതാ.
അതിനു വേണ്ടിയാ ഞാൻ ഈ വാശി കാണിക്കുന്നത്. താനെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? കഴിക്ക്. ജോത്സ്യം പറഞ്ഞ പോലെ ഞാൻ ഇനി ഇവിടെയുള്ള ഓരോ നിമിഷവും സൂര്യക്ക് ദോഷം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം എനിക്കിവിടെ നിന്ന് പോണം. ഇനി മതി സൂര്യ, സത്യമായിട്ട് മതി. ഓക്കെ, മതി എങ്കിൽ മതി. ഇപ്പൊ കഴിച്ചത് കണ്ടോ? സോറി മനസ്സോ. സോറി ഒന്നും വേണ്ട. ആഹാര സമയത്തിന് കഴിക്കണം. ഒന്നാമത് സുഖമില്ലാത്തതാ. സൂര്യ പോവാം. നിർബന്ധമാണോ? പ്ലീസ്. പോയിട്ട് വാ സൂര്യ. ബാമേ, ഞാൻ പുറത്തുണ്ട്. അഭി, 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 നീ എന്തിനാ ഇങ്ങനെ പുറത്തേക്ക് കയറി വാ. വേണ്ട സേതുവേട്ടാ, ഞാൻ ഇവിടെ ഇരുന്നോളാം. വാ മോനെ, അകത്തോട്ട് വാ. ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ കാണില്ലേ? ഇല്ല ആന്റി, അരുന്ധതി ഉള്ള വീട്ടിൽ ഞാൻ ശരിയാവത്തില്ല. അഭിയേട്ടാ, എന്നോട് പോർക്കണേട്ടാ. മറ്റൊരു വഴിയെ മുന്നിൽ കാണാത്തോണ്ടാ ഞാൻ ഈ തീരുമാനം എടുത്തത്. എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്നെക്കാളും വളർന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതൊന്നും മറ്റുള്ളവരെ മറന്നോണ്ടാവരുത്. ഇവിടെ ഇപ്പൊ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന എന്റെയും ബാമയുടെ ഈ കുഞ്ഞിന്റെയും ജീവിതം. നിന്നോടുള്ള ദേഷ്യത്തിന്റെ പേര് ബാമയോട് അമ്മയ്ക്ക് ഇപ്പൊ ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ. എനിക്കിഷ്ടമല്ലാതെ എന്റെ കല്യാണം നടത്താൻ പോയത് കൊണ്ടല്ലേ ഏട്ടാ ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തത്. അമ്മയ്ക്ക് എപ്പോഴും അമ്മ പറഞ്ഞത് നടക്കാൻ പാടുള്ളൂ. നീ പറയുന്നതൊക്കെ ശരി തന്നെ. പക്ഷെ നിനക്ക് എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടായിരുന്നു. ഇങ്ങനൊരു ഒളിച്ചോട്ടത്തെ കുറിച്ച് എന്തെങ്കിലും സൂചന തന്നായിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കാതെ ഞാൻ നോക്കത്തില്ലായിരുന്നോ? എടാ, ഇനിയിപ്പോ നടക്കാനുള്ളതൊക്കെ നടന്നില്ല ബി. ഇവർ ചെയ്ത തെറ്റിനെ ഇനി തിരുത്താൻ പറ്റില്ലല്ലോ. അത് അറിയാൻ സേതുവേട്ടാ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു നിമിഷത്തെ എടുത്തിയാട്ടത്തിന്റെ പുറത്ത് ആരൊക്കെയാ വിഷമിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഏത് കാലത്ത് ഇതൊക്കെ ശരിയാവുമെന്ന് എനിക്ക് അറിയത്തില്ല ആന്റി. ഞങ്ങളുടെ കുഞ്ഞ് ജനിക്കുമ്പോഴെങ്കിലും എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടെന്ന് കരുതി. ആ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ജീവിച്ചതോ. പക്ഷെ സംഭവിച്ചതോ, ഞങ്ങളുടെ അമ്മയ്ക്ക് സ്വന്തം മക്കളുടെ ജീവിതത്തൊക്കെ വലുത് അമ്മയുടെ വാശിയാണ്. അത് ഇവക്ക് നന്നായിട്ട് അറിയാം. എടി, എന്നേക്കാൾ കൂടുതൽ അമ്മ ലാളിച്ചത് സ്നേഹിച്ചതും ഒക്കെ നിന്നെയാ. എന്നിട്ട് നീ ഇതൊക്കെ മറന്നു കളഞ്ഞില്ലേ? അഭിയേട്ട അമ്മയെ ധിക്കരിച്ചല്ലേ കല്യാണം കഴിച്ചത്. അമ്മയെ തീർത്തിട്ട് ഭാമിയച്ച് തന്നെ അഭിയേട്ടൻ കെട്ടിയില്ലേ?